ഹലോ ഫ്രണ്ട്സ്, എങ്ങനെ കർത്താവിനെ സ്വീകരിച്ച് നിത്യത കൈവശമാക്കാം? 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 1. ഞാനൊരു പാപിയാണ്. എല്ലാവരും പാപം ചെയ്തു എന്ന് റോമർ 3:23 വചനം പഠിപ്പിക്കുന്നു. നമ്മൾ പാപിയായി നമ്മൾക്കൊരു രക്ഷകനെ ആവശ്യമാണ്. 2. ഞാൻ മരിക്കാനായി വിധിക്കപ്പെട്ടിരിക്കുന്നു. റോമർ 6:23 വചനം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിവുകൂടാതെയും ചെയ്യുന്ന പാപങ്ങളുടെ ഫലം ഉണ്ട്. 3. എനിക്ക് എന്നെ തന്നെ രക്ഷിപ്പാൻ കഴിയുകയില്ല. യോഹന്നാൻ 15:5 യേശു പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നമ്മുടെ രക്ഷകനായ യേശുവിൽ വിശ്വസിച്ച് നമ്മൾക്ക് കർത്താവിനെ സ്വീകരിച്ച് നിത്യത കൈവശമാക്കാം എന്ന് വചനം പഠിപ്പിക്കുന്നു. കൂടാതെ 3 കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. 1. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. എബ്രായർ 2:9 എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ഇടയായി. 2. കർത്താവ് എന്നോട് ക്ഷമിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. വചനം 1 യോഹന്നാൻ 1:9. 3. കാര്യം, കർത്താവ് നമ്മെ രക്ഷിക്കുന്നു. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 6:47 വചനം പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിനോട് ചോദിച്ച് വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹാവലിയ ദാനം സ്വീകരിക്കണം. ഇവിടെ നമ്മൾ ധ്യാനിച്ചത് എങ്ങനെ കർത്താവിനെ സ്വീകരിച്ച് നിത്യത കൈവശമാക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും നമ്മൾ ഫലം ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരും. അതിനായി പാപങ്ങൾ നമ്മൾ ദൈവത്തിന് മുൻപാകെ ഏറ്റുപറഞ്ഞ് അവയെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വിളിച്ച് ക്രിസ്തുവിൽ നമ്മളൊരു പുതിയ ജീവിതം നയിക്കാൻ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് എത്ര നീതിപ്രവർത്തികൾ ചെയ്താലും ചിലവർ പറയും നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോകും. നമ്മുടെ നന്മ പ്രവർത്തികൾ ഒന്നും കൊണ്ട് നമ്മൾക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധ്യമല്ല, അല്ലെങ്കിൽ നിത്യത അവകാശമാക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ധ്യാനിച്ച പ്രകാരം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ രക്ഷിപ്പാൻ ഒരു നാളും കഴിയുകയില്ല. യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണം മൂലം നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് രക്ഷ ലഭിക്കുകയും നമ്മളുടെ ജീവിതം മാറുകയും നമ്മൾ ഒരു പുതിയ ജീവിതത്തിൽ പ്രവേശിക്കുകയും ചെയ്യുവാൻ ഇടയാകുന്നു. കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. നമ്മളെ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് വിമുക്തമാക്കാൻ, പാപത്തിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് രക്ഷിപ്പാനാണ് യേശുക്രിസ്തു മരിച്ചത്. കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നു. നമ്മൾ ധ്യാനിച്ചു, കർത്താവ് ഓരോരുത്തരോടും നമ്മൾ വിശ്വസിക്കുമ്പോൾ ക്ഷമിക്കുന്നു. കർത്താവാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. നമ്മൾ യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ ദൈവം വലിയ വിടുതലും ആശ്വാസവും നിത്യജീവൻ്റെ അവകാശികളുമാക്കി നമ്മളെ തീർക്കും. ഹല്ലേലൂയ.